മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ജനനം 1878 ജനുവരി 2. മന്നത്ത് പത്മനാഭൻ ജനനം 1878 ജനുവരി 2. മന്നത്ത് പത്മനാഭൻ ജന്മസ്ഥലം പെരുന്ന കോട്ടയം. മന്നത്ത് പത്മനാഭൻ ജന്മസ്ഥലം പെരുന്ന കോട്ടയം. മന്നത്ത് പത്മനാഭൻ മരണം 1970 ഫെബ്രുവരി 25. മന്നത്ത് പത്മനാഭൻ മരണം 1970 ഫെബ്രുവരി 25. മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു. മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ.എം. പണിക്കർ. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ.എം. പണിക്കർ. മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്നറിയപ്പെടുന്നു. മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ 1959-ൽ ഇ.എം.എസ്. മന്ത്രിസഭയ്ക്ക് എതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭൻ 1959-ൽ ഇ.എം.എസ്. മന്ത്രിസഭയ്ക്ക് എതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകൻ. മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകൻ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത തോട്ടക്കാട്ട് മാധവിയമ്മ മന്നത്ത് പത്മനാഭന്റെ ഭാര്യ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത തോട്ടക്കാട്ട് മാധവിയമ്മ മന്നത്ത് പത്മനാഭന്റെ ഭാര്യ. മന്നത്ത് പത്മനാഭൻ 1947-ൽ മുതുകുളം പ്രസംഗം നടത്തി. മന്നത്ത് പത്മനാഭൻ 1947-ൽ മുതുകുളം പ്രസംഗം നടത്തി. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചു. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചു. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപംകൊണ്ട സംഘടന എൻ.എസ്.എസ്. നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപംകൊണ്ട സംഘടന എൻ.എസ്.എസ്. നായർ സർവീസ് സൊസൈറ്റി. എൻ.എസ്.എസ്. സ്ഥാപിച്ച വർഷം 1914 ഒക്ടോബർ 31. എൻ.എസ്.എസ്. സ്ഥാപിച്ച വർഷം 1914 ഒക്ടോബർ 31. എൻ.എസ്.എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. എൻ.എസ്.എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്റെ ജീവിതസ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്റെ ജീവിതസ്മരണകൾ. മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് പെരുന്ന ചങ്ങനാശ്ശേരി. മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് പെരുന്ന ചങ്ങനാശ്ശേരി. വി.ഇ.ടി. ഭട്ടതിരിപ്പാട്. വി.ഇ.ടി. ഭട്ടതിരിപ്പാട് ജനനം 1896 മാർച്ച് 26. വി.ഇ.ടി. ഭട്ടതിരിപ്പാട് ജനനം 1896 മാർച്ച് 26. വി.ഇ.ടി. ഭട്ടതിരിപ്പാട് ജന്മസ്ഥലം മേഴത്തൂർ. വി.ഇ.ടി. ഭട്ടതിരിപ്പാട് ജന്മസ്ഥലം മേഴത്തൂർ. വി.ഇ.ടി. ഭട്ടതിരിപ്പാട് പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്തു മനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വി.ഇ.ടി. ഭട്ടതിരിപ്പാട് പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്തു മനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വി.ഇ.ടി. ഭട്ടതിരിപ്പാട് മരണം 1982 ഫെബ്രുവരി 12. വി.ഇ.ടി. ഭട്ടതിരിപ്പാട് മരണം 1982 ഫെബ്രുവരി 12. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനും പ്രധാന പ്രവർത്തകനും വി.ഇ.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനും പ്രധാന പ്രവർത്തകനും വി.ഇ.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ആലുവ. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ആലുവ. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. വി.ഇ.ടി. ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള തുക സമാഹരിക്കുന്നതിനായി നടത്തിയ കാൽനട പ്രചരണ ജാഥ യാചനയാത്ര. വി.ഇ.ടി. ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള തുക സമാഹരിക്കുന്നതിനായി നടത്തിയ കാൽനട പ്രചരണ ജാഥ യാചനയാത്ര. യാചനയാത്ര നടന്ന വർഷം 1931 ഏപ്രിൽ 26. യാചനയാത്ര നടന്ന വർഷം 1931 ഏപ്രിൽ 26.
വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായാംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായാംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ വി.ടി. ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1919. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1919. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാട് സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും എതിർത്തു. വി.ടി. ഭട്ടതിരിപ്പാട് സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും എതിർത്തു. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികൾ രജനീരംഗം പൊഴിഞ്ഞ പൂക്കൾ സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികൾ രജനീരംഗം പൊഴിഞ്ഞ പൂക്കൾ സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനനം 1873 ഡിസംബർ 28. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനനം 1873 ഡിസംബർ 28. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജന്മസ്ഥലം വക്കം തിരുവനന്തപുരം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജന്മസ്ഥലം വക്കം തിരുവനന്തപുരം. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയിരുന്ന നവോത്ഥാന നായകൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയിരുന്ന നവോത്ഥാന നായകൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതി. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതി. വക്കം അബ്ദുൽ ഖാദർ മൗലവി വിദ്യാഭ്യാസത്തിനും നവീകരണത്തിനും വേണ്ടി ശ്രമിച്ച നവോത്ഥാന നായകൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി വിദ്യാഭ്യാസത്തിനും നവീകരണത്തിനും വേണ്ടി ശ്രമിച്ച നവോത്ഥാന നായകൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനകൾ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, മുസ്ലിം ഐക്യസംഘം, മുസ്ലിം സമാജം ചിറയിൻകീഴ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനകൾ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, മുസ്ലിം ഐക്യസംഘം, മുസ്ലിം സമാജം ചിറയിൻകീഴ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത് 1905 ജനുവരി 19. സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത് 1905 ജനുവരി 19. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ സി.പി. ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ സി.പി. ഗോവിന്ദപിള്ള. കെ. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം 1906 ജനുവരി 17. കെ. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം 1906 ജനുവരി 17. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന പത്രം സ്വദേശാഭിമാനി പത്രം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന പത്രം സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം 1910. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം 1910. വക്കം അബ്ദുൽ ഖാദർ മൗലവി രചനകൾ നടത്താനുപയോഗിച്ചിരുന്ന ഭാഷ അറബി, മലയാളം. വക്കം അബ്ദുൽ ഖാദർ മൗലവി രചനകൾ നടത്താനുപയോഗിച്ചിരുന്ന ഭാഷ അറബി, മലയാളം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം SNDP മാതൃകയിൽ തുടങ്ങിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം SNDP മാതൃകയിൽ തുടങ്ങിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി.
വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാന കൃതികൾ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ഇസ്ലാമിക സന്ദേശം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാന കൃതികൾ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ഇസ്ലാമിക സന്ദേശം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം 1906, അൽ ഇസ്ലാം 1918, ദീപിക 1931. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം 1906, അൽ ഇസ്ലാം 1918, ദീപിക 1931. വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണം 1932 ഒക്ടോബർ 31. വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണം 1932 ഒക്ടോബർ 31.